ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ SS ഓണപരീക്ഷയ്ക്ക് വരുന്ന 4 ആക്ടിവിറ്റീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും, കാണാൻ പറ്റുന്നവർക്കാണ് മസ്റ്റ് ബി ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചായിരിക്കണം ഇത് എഴുതേണ്ടത്. അപ്പോൾ ആക്ടിവിറ്റി 1 എന്തായാലും 5 മാർക്ക് ഇത് പ്രതീക്ഷിക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഇത് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ ഗസ്റ്റ് വർക്കേഴ്സാണ് ചോദിക്കുന്നത്. ഗസ്റ്റ് വർക്കേഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അസം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്, ഈ 4 സ്ഥലങ്ങളിൽ നിന്നാണ് ഗസ്റ്റ് വർക്കേഴ്സ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് നോക്കി വയ്ക്കണം. ഇത് ചിലപ്പോൾ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. വാട്ട് ആർ യുവർ എക്സ്പീരിയൻസസ് എബൌട്ട് പീലീസ് വില്ലേജ്? ഇമേജ് പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. യു ക്യാൻ ആൾസോ റീച്ച് ഔട്ട് യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ചോദിക്കുമായിരിക്കും. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് എബൌട്ട് പീലീസ്? നമ്മുടെ പീലിയുടെ വില്ലേജ് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാക്കും. അപ്പോൾ അത് ഇങ്ങനെയാണ്. വാട്ട് ആർ യുവർ expectations about Pili's village? The village will be a beautiful place. There will be rivers, pond, stream and hills. There will be no traffic. The people will be very nice and friendly. അപ്പോൾ ഇതെന്തായാലും ചോദിക്കും. 4 പോയിൻ്റ് എഴുതിയാൽ മതി, നല്ല സ്കോർ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഷാൽ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ? പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ഫോർ ദാറ്റ്. ടീച്ചർ വിൽ ആൾസോ ഹെൽപ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. പീലിയുടെ അച്ഛനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഷാൽ വി ഇൻ്റർവ്യൂ ഫാദർ? പ്രിപ്പയർ എ ക്വസ്റ്റ്യനർ ഫോർ ദാറ്റ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതാണ്. ഹൗ ഡു യു കുക്ക് സച്ച് ഡിലീഷ്യസ് ഫിഷ് കറി? നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും രുചിയുള്ള ഫിഷ് കറി ഉണ്ടാക്കിയത്? വാട്ട് ക്രോപ്സ് ഓർ അനിമൽസ് ഡു യു റൈസ്? നിങ്ങൾ ഏതെങ്കിലും അനിമൽസിനെ വളർത്തുന്നുണ്ടോ? മൂന്നാമത്തത്, ഹൗ ഡു യു പ്രൊട്ടക്റ്റ് യുവർ ക്രോപ്സ് ഫ്രം പെറ്റ്സ്? കീടനാശികളെ എങ്ങനെയാണ് നിങ്ങൾ ക്രോപ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഹൗ ഡു യു സെൽ യുവർ പ്രൊഡക്റ്റ്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നത് ചന്തയിൽ പോയി? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ദ യങ് ജനറേഷന് നമ്മൾ കൊടുക്കാനുള്ള പുതിയ അഡ്വൈസ് നിങ്ങൾക്ക് എന്താണ്? അപ്പോൾ നമ്മുടെ പീലിയുടെ അച്ഛൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുക നോക്കും. അപ്പോൾ ഇതും ഒരു 5 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. 4 സെൻറ്റൻസും 5 സെൻറ്റൻസും ഒക്കെ എഴുതിയാൽ മതി. ഇത് മാത്രം പോരാ, നിങ്ങൾക്ക് അറിയാവുന്നതും കൂടി നിങ്ങൾ എഴുതണം. എങ്കിലേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പം നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 1ാമത്തെ പാഠത്തിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് 2ാമത്തെ പാഠത്തിൽ നോക്കാം, ഫുഡ് ആൻഡ് ഹ്യൂമൻ. ഈ പാഠത്തിൽ നിന്ന് നന്നായിട്ട് അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ പിക്ചേഴ്സ് ഗിവൺ എബവ് ഇൻഡിക്കേറ്റ് ദ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റൈനിങ് ഫുഡ് ബൈ ദ early humans. What details do you understand from these pictures about the obtain of food of early humans? Early humans എങ്ങനെയൊക്കെയാണ് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? They gathered food. അവർ ഫുഡ് ശേഖരിക്കും. They hunted animals. അവർ മൃഗങ്ങളെ വേട്ടയാടും. They caught fish. അവർ ഫിഷുകളെ എടുക്കും. They used stones and sticks to hunt animals. അവർ സ്റ്റോണും സ്റ്റിക്കൊക്കെ കൊണ്ട് അനിമൽസിനെ ഹണ്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റൈൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, മീറ്റ് ആൻഡ് ഫിഷ്, ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്, ഗ്രെയിൻസ്, സ്റ്റെം. അപ്പോൾ ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. വാട്ട് വെയർ ദി പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് early humans ഫൈൻഡ് അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ്? അവർ അങ്ങനെയായിരുന്നു ഒബ്റ്റെയിൻ അതർ വേസ്, വേറെ വഴികളിൽ കൂടെ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്തത്. സ്കാരിറ്റി ഓഫ് ഫുഡ്, റൈസ് ഇൻ പോപ്പുലേഷൻ, എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ച് ഫുഡ് ഹാബിറ്റ്സ്. ഓക്കെ, ഇതൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ 2ാമത്തെ പാർട്ടായിട്ട് വീണ്ടും വരും. ബൈ ബൈ.